So, computation of tax liability. The liability of an individual is calculated on his total income. The tax rate applicable to assessment year 2019-20 in respect of income of previous year ആണ് 2019-20 അസസ്മെന്റ് ഇയർ 2021 കേട്ടോ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലെ 20%. Long-term capital gain on transfer of listed equity shares in a company or units of equity-oriented fund or unit of business trust as per section 112A at the rate 10% amount exceeding 1 lakh. On short-term capital gain on equity shares and equity-oriented fund. If security transaction tax, അതായത് STT, അത് പെയ്ഡ് ആണെങ്കിൽ 15%, ആ STT അടച്ചിട്ടില്ലെങ്കിൽ ജനറൽ റേറ്റ് അപ്ലിക്കബിൾ ടു അസസി. മറ്റുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ജനറൽ റേറ്റ് നമ്മൾ പഠിക്കുക. 2,50,000 വരെ ഇല്ലേ, 2,50,000 ടു 5 ലക്ഷം, 5 അത് പഠിക്കില്ലേ, അതിനെയാണ് ജനറൽ റേറ്റ് എന്ന് പറയുന്നത്. വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ്വേർഡ് പസിൽ, ഹോഴ്സ് റേസ്, കാർഡ് ഗെയിം, ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, ഇത്തരത്തിലുള്ള ബെറ്റിങ്ങിൻ്റെ രൂപത്തിലുള്ള എല്ലാ ഗെയിമിനും 30%. എന്താണ് ജനറൽ റേറ്റ്? അതാണ് താഴെ പറയണത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ പഠിച്ചത് അഗ്രികൾച്ചർ ഇൻകത്തിൽ 2,50,000 വരെ വേണ്ട, നെക്സ്റ്റ് 2,50,000. ഇതിലിങ്ങനെ എഴുതിയേക്കണം. നിങ്ങൾക്ക് ഞാൻ മറ്റേ രീതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ പ്രോബ്ലം ചെയ്യാം. 10 ലക്ഷത്തിൽ മേലെയാണെങ്കിൽ 20%, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് 20%, 10 ലക്ഷത്തിൽ മേലെ 30%. അങ്ങനെ നമ്മൾ പഠിച്ചത്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ വ്യത്യാസം വരും. 80 വയസ്സുള്ള ആളാണെങ്കിൽ 5 ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സർചാർജ് ഇത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. മാർജിനൽ റിലീഫ് വേർ ടോട്ടൽ ഇൻകം എക്സീഡ് ₹1 crore. The total amount payable as income tax and surcharge on such income shall not exceed total amount payable as income tax on total income of 1 crore rupees by more than the amount of income that exceeds ₹1 crore. അതാണ് നിൽക്കട്ടെ. എഡ്യൂക്കേഷൻ സെസ് 4% ഉണ്ട്. സർചാർജ് ഉണ്ടെങ്കിൽ സർചാർജ് ഉള്ള 4% വേണം, സർചാർജും വേണം. അത് മൾട്ടിപ്പിൾ ഓഫ് 10 ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്യണം. 2 തിയറിയും കൂടി പറഞ്ഞുതരാം. റിലീഫ് ഓഫ് ടാക്സ്, അതായത് റിലീഫ് ഓഫ് ടാക്സ് ആസ് പെർ സെക്ഷൻ 89 ഈസ് അലൗഡ് ടു എൻ അസസി വെൻ എൻ അസസി റിസീവ്സ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. അതായത് നമുക്ക് സാലറി സാധാ നമ്മുടെ 12 മാസം സാലറി അല്ല, അരിയർ ഓഫ് സാലറി കിട്ടുമെന്ന് വിചാരിക്കും. അരിയർ ഓഫ് സാലറി പറഞ്ഞാൽ പണ്ടത്തെ സാലറി കിട്ടാത്തത് ബാക്കിയുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള സാലറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷം അഡ്വാൻസ് ആയിട്ട് അടുത്ത വർഷത്തിൽ 2-3 മാസത്തെ അഡ്വാൻസ് ആയിട്ട് കിട്ടുമെങ്കിൽ അത്. സാലറി ഓഫ് മോർ ദാൻ 12 months, 12 മാസം അല്ല അതിൻ്റെ അപ്പുറം ഉള്ളത്. പ്രോഫിറ്റ് ഇൻ lieu of salary and thereby his income is taxed at a higher rate than that at which it would have or otherwise been taxed. അപ്പോഴാണ് അവർക്ക് റിലീഫ് കിട്ടുക. ഇനി റിബേറ്റിൻ്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 5 ലക്ഷം രൂപ വരെ ഉള്ളെങ്കിലാണ് റിബേറ്റ് കിട്ടുക. മാക്സിമം എമൗണ്ട് 12,500. Illustration 12. From the following information, compute total income and tax liability of Mr. Madhavan for the assessment year 2020-21. എങ്ങനെയാണ് ടോട്ടൽ ഇൻകം കാണുന്നത്? ഒറ്റ ആൾ പറഞ്ഞേ, ആതിര മാത്രം പറഞ്ഞേ, എങ്ങനെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാന്ന്? അഞ്ച് ഹെഡിലത്തെ ഇൻകം കൂടി കൂട്ടിയിട്ട് ഡിഡക്ഷൻസ് ലെസ് ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ കിട്ടണ ഇൻകമാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഇൻകം, രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് ടാക്സ് ലയബിലിറ്റി. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവണം. ടാക്സ് ലയബിലിറ്റി പറഞ്ഞാൽ എത്ര രൂപ അയാൾ ടാക്സ് കൊടുക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ടോട്ടൽ ഇൻകം വരെ ചെയ്ത് ഡിഡക്ഷൻ കുറച്ചിട്ട് പ്രോബ്ലം അവിടെ അവസാനിപ്പിച്ച് പോയാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടില്ല. ചെയ്ത അതാണ് അഗ്രികൾച്ചർ ഇൻകത്തിൽ ചെയ്തില്ലേ, 2.5 ലക്ഷം വരെ നിൽ, 2.5 to 5 ലക്ഷം, 5 അതാണ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ അന്ന് പഠിച്ചത് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എങ്ങനെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കും. മനസ്സിലായല്ലോ? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൽ എത്ര രൂപ ടാക്സ് ഗവൺമെൻറ്റിന് അടയ്ക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ്, അതാണ് ഒരു ഐറ്റം.
ഇൻട്രസ്റ്റ് ഓൺ അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഐറ്റം പറയുമ്പോഴും അത് ഏത് ലെസണിലാണ് വരുന്നതെന്നൊന്ന് എഴുതിയിട്ട് അവിടെ. ഹൗസ് പ്രോപ്പർട്ടി HP, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതർ സോഴ്സ് OT, ഇൻകം ഫ്രം ബിസിനസ് PGBP ആണത് ശരിക്കും, എന്നാൽ PGBP എഴുതിക്കോ. അടുത്തത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ CG ക്യാപിറ്റൽ ഗെയിൻ, STCG ക്യാപിറ്റൽ ഗെയിൻ, പർച്ചേസ് ഓഫ് NSE 8th ഇഷ്യൂ എഴുത്. എന്താ എഴുതുക? പർച്ചേസ് ഓഫ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് 8th ഇഷ്യൂ. ഡിഡക്ഷൻ ഏത് ഡിഡക്ഷനാ? സെക്ഷൻ 80 പോരട്ടെ, C 80C. അടുത്തത് ഡൊണേഷൻ ടു നാഷണൽ സ്പോർട്സ് ഫണ്ട് 80G. ഏതാ? ജിയിലേതാ? A. വെരി ഗുഡ്. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ എത്ര ഹെഡ് വന്നിട്ടുണ്ട്? ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അതർ സോഴ്സ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. 4 ഹെഡിലത്തെ ഇൻകം ഉണ്ട്. അപ്പോൾ ആദ്യം എഴുതണം ഇൻകം ഫ്രം സാലറി ഇല്ല, അപ്പോൾ അത് എഴുതണ്ട. പിന്നെ എഴുതേണ്ട ഹെഡ് ഏതാ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. കമ്പ്യൂട്ടഡ് ആണ്, ഒരു കമ്പ്യൂട്ടേഷനും ചെയ്യേണ്ട, 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കേണ്ട. ആ എമൗണ്ട് അതേപോലെ എഴുതുക, 2 ലക്ഷം രൂപ. അടുത്ത ഹെഡ് ബിസിനസ് ആണ്. അടുത്ത ഹെഡ് PGBPൻ്റെ അത് 2,16,000. LTCG ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ തരം തിരിച്ച് എഴുതിക്കോളൂ. LTCG 80,000, STCG 26,000. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 18,000, അതുപോലെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് ടോട്ടൽ ഇൻകം 5,40,000. ഇതുവരെ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായിട്ട് അറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിഡക്ഷൻസും കൂടി നിങ്ങൾക്ക് ലെസ് ചെയ്യാൻ അറിയാം. ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ആണ്. NSE 20,000 ഇന്നർ കോളത്തിൽ എഴുതി. 80G ഡൊണേഷൻ 100% നോ ലിമിറ്റ് ആണ്. എന്ത് കണ്ടുപിടിക്കേണ്ട? അഡ്ജസ്റ്റ് ടോട്ടൽ ഇൻകം ഒന്നും കണ്ടുപിടിക്കേണ്ട. കിട്ടിയ എമൗണ്ട് ഫുള്ള് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. 10,000 കുറച്ചു, 30,000 കുറച്ചു, 5,10,000 രൂപ അയാൾക്ക് ഇൻകം ഉണ്ട്. 5,10,000 രൂപ ഇൻകം ഉള്ളത് കൊണ്ട് നിർബന്ധം അയാൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. 2,50,000 കൂടുതലായി വരണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കാണുമ്പോൾ LTCGയും ഒന്ന് പേജ് 2 പേജ് പിന്നിലേക്ക് മറിച്ചേ. അവിടെ കുറച്ച് കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടാ 2 പേജ് പിന്നിലേക്ക് മറിക്കുമ്പോൾ 385 ഒരു കാര്യം പഠിച്ചത് ഓർക്കണം. അണ്ടർലൈൻ ഇട്ട് പഠിക്കാനുള്ളത് അത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി തിയറി ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യം മുഴുവൻ എഴുതിയിരിക്കണം നിങ്ങൾ, ഈ പേജിൽ മുഴുവൻ. LTCGമേ എപ്പോഴും 20% ടാക്സ് ചുമത്തുക. LTCGമേ. രണ്ടാമത്തെ കാര്യം LTCG ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസോ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടോ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റോ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ 1,00,000 മേലെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ടാക്സ് ചുമത്തുക വെറും 10%. അല്ല 1,00,000 കുറവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 20%. LTCG എപ്പോഴും 20%. അങ്ങനെ പഠിക്കുക. LTCG എപ്പോഴും 20%. ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടും ഇക്വിറ്റി ഷെയർസും ബിസിനസ് ട്രസ്റ്റിൻ്റെയും അതിൻ്റെ എമൗണ്ട് 1,00,000 മേലെയാണെങ്കിൽ മാത്രം 10%. അത് പഠിച്ചു. ഇനി അടുത്തത് STCG. സാധാരണ STCG 4ാമത്തെ പോയിന്റ് നോക്ക്, ജനറൽ റേറ്റാ. ഈ LTCGയുടെ പോലെ 20%, 15% ഒന്നുമില്ല. ജനറൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന 2,50,000 വരെ നില്ലുണ്ടല്ലോ, അതിൽ പെടണതാണ് STCG. അതിൽ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഇക്വിറ്റി ഷെയർസും ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടുമാണെങ്കിൽ അതിൻ്റെ മുകളിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 15%, കൊടുത്തിട്ടില്ലെങ്കിൽ ജനറൽ റേറ്റ്. കൊടുത്തിട്ടുണ്ടെങ്കിൽ 15%, കൊടുത്തിട്ടില്ലെങ്കിൽ ജനറൽ റേറ്റ്. അപ്പം ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ലേ? ഇത് STCG ആണ്, ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടാണ്. അപൂർവമായിട്ട് അത്രയും കഷ്ടമുള്ള കുട്ടികൾക്ക് മാത്രം അങ്ങനത്തെ ചോദ്യമൊക്കെ വരും. നമുക്ക് സാധാരണ ഒരു LTCG ഒക്കെ വന്നു അങ്ങനെയൊക്കെ പറയുള്ളൂ. എപ്പോഴും ലോട്ടറി, ക്രോസ്വേർഡ് പസിൽ, ഹോഴ്സ് റേസ്, കാർഡ് ഗെയിം, ഗാംബ്ലിംഗ്, ബെറ്റിംഗ് എപ്പോഴും 30%. 30ൽ കുറഞ്ഞൊരു പരിപാടി അവിടെ ഇല്ല. എപ്പോഴും 30%. 5ാമത്തെ പോയിന്റ്. അപ്പോൾ 5 പോയിന്റ് പറയുക. താഴെ പറഞ്ഞ എല്ലാ പോയിന്റും നമ്മൾ അഗ്രികൾച്ചർ ഇനത്തിൽ പഠിച്ച കാരണം നമ്മളിനി അങ്ങോട്ട് പോകണില്ല. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകം 5,10,000 രൂപയാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് എടുത്തിട്ട് ടാക്സ് കണ്ടുപിടിക്കേണ്ട ഐറ്റമാണ് ഏത്? LTCGയും അതുപോലെ വിന്നിങ് ഫ്രം ലോട്ടറി, ഹോഴ്സ് റേസ്, കാർഡ് ഗെയിം.
ഇത് രണ്ടും സെപ്പറേറ്റ് പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ ടാക്സ് കണ്ടുപിടിക്കേണ്ടത്. LTCG എത്ര എമൗണ്ട് ആയി ക്വസ്റ്റ്യനിലെ? 80,000 ആണ് ഇവിടെ LTCG. 80,000 രൂപ. 5,10,000 നമ്മൾ എന്ത് ചെയ്യണു? 80,000 പുറത്തേക്ക് എടുക്കണം. 80,000 മാത്രം 20% ടാക്സ് കാണണം. എത്ര കിട്ടും? 80,000 × 20% 16,000. ആ 16,000 അവിടെ എഴുതി വെക്കണം. മനസ്സിലായ? ഇന്ന കോളത്തിൽ എഴുതിയത് കണ്ടു. ഇനി 5,10,000 എന്ത് പോയി? ഇപ്പോൾ 80,000 പോയി. ആ 80,000 പോയപ്പോൾ ഇനി ബാക്കി എത്രയുള്ളത്? 4,30,000. ഇനി നമ്മൾ ടാക്സ് കണ്ടുപിടിക്കേണ്ടത് 4,30,000 ഒരു കുട്ടി വീണ്ടും 5,10,000 ടാക്സ് കണ്ടുപിടിച്ചാൽ എന്തുണ്ടാവും? കുട്ടിയുടെ പ്രോബ്ലം തെറ്റും. ഇനി കുട്ടി ഒരിക്കലും 5,10,000 ടാക്സ് കണക്കാക്കാൻ പാടില്ല. കാരണം LTCG നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതുമേ 20% ടാക്സ് ഉണ്ട്. 16,000 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4,30,000 ടാക്സ് നമ്മൾ എങ്ങനെ കാണും? അപ് ടു 2,50,000 നിൽ. 2,50,000 ഹൈഫൺ 5 ലക്ഷം ഉണ്ട് അവിടെ ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ട്? 2,50,000 ഹൈഫൺ 4,30,000. എന്നിട്ട് 4,30,000 2,50,000 കുറച്ചാൽ എത്ര രൂപ കിട്ടുമോ അതിൻ്റെ മുകളിൽ 5% ടാക്സ് കാണണം. എത്ര രൂപ ഉണ്ട് ബാക്കി നോക്കിയേ? 1,80,000. അതുമേ 5% ടാക്സ് കാണുമ്പോൾ 9,000. അപ്പോൾ 16,000 + 9,000 25,000 രൂപയാണ് അയാൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ മുകളിലെ 4% എന്ത് കാണണം? എഡ്യൂക്കേഷൻ സെസ്. 25,000 × 4 1000 രൂപ എഡ്യൂക്കേഷൻ സെസ്. അപ്പോൾ അയാളുടെ ടാക്സ് ലയബിലിറ്റി എത്രയാ? 26,000 രൂപ. ഇയാളുടെ ഇൻകം 5,10,000 ഇല്ലേ ടോട്ടൽ ഇൻകം? അതുകൊണ്ട് അയാൾക്ക് എന്തില്ല? അതുകൊണ്ട് അയാൾക്ക് റിബേറ്റ് ഇല്ല. 5 ലക്ഷം വരെ ആയിരുന്നു അയാളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ അയാൾക്ക് റിബേറ്റ് മാക്സിമം 12,500 രൂപ വരെ കിട്ടിയേനെ. സോ ഇല്ലസ്ട്രേഷൻ 13 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നിങ്ങൾ അവിടെ എഴുതിയിടണേ ഏത് ചാപ്റ്ററാണെന്ന് എഴുതിയിടണം കേട്ടോ. ദ ഫോളോയിങ് ആർ ദി ഇൻകംസ് ഓഫ് മിസ്സിസ് മായ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ്. ഹൗസ് പ്രോപ്പർട്ടിയാ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അവിടെ തന്നിട്ടുണ്ട്. capital gain. Long term capital gain. Winning from lottery. Other source. Income from salary computed. Life insurance premium paid. 80C. Donation to registered political party. GGC. അടുത്തത് she has paid interest on loan taken for higher education. 80E. അടുത്തത് repaid housing loan. അതായത് അല്ല ഹൗസിംഗ് ലോണ് പ്രിൻസിപ്പൾ തിരിച്ചടച്ചു എന്നാ. അത് 80Cയിൽ വന്നതാ. ഓക്കെ, അതെന്താണ് 80C ആണ് കേട്ടോ. ഹൗസിംഗ് ലോൺ റീപെയ്ഡ് 80Cയിൽ വരണതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇൻകം ഫ്രം സാലറി എന്താ തന്നേക്കണത്? കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടേഷനും കഴിഞ്ഞിട്ടുള്ളതാണ്. 3,16,000 ആഫ്റ്റർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് 3,16,000. പിന്നെയും കുറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. സാലറി എഴുതി. ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ ഇല്ല. ബിസിനസ് ഓർ പ്രൊഫഷൻ ഇവിടെ ഇല്ല. പിന്നെ ഉള്ളത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. LTCGയും ഉണ്ട്, STCGയും ഉണ്ട്. എല്ലാം ഔട്ടർ കോളത്തിൽ എഴുതി. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ലോസ് ആയിരുന്നെങ്കിലോ? STCL ആണെങ്കിലോ? ഷോർട്ട് ടേം ലോസ് ആണെങ്കിൽ നമ്മളപ്പോൾ അവിടെ സെറ്റ് ഓഫ് ചെയ്തിരുന്നു. ഒരു ലോങ് ടേം ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ട്, ഒരു ലോങ് ടേം ലോസും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? സെറ്റ് ഓഫ് ചെയ്യുന്നത്. ഒരു അൺഡിസ്ക്ലോസ്ഡ് ഇൻകം കിട്ടി വിചാരിക്കേ, അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കരുത്. എന്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഇൻകം ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. അതർ സോഴ്സിനെ കൂടെ ആഡ് ചെയ്തിട്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം
ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇത്ര ഹെഡേ ഉള്ളൂ. അതർ സോഴ്സിൽ നമുക്ക് വിന്നിങ് ഫ്രം ലോട്ടറി 2 ലക്ഷം ഉണ്ട്. പ്രത്യേകമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ട? അതിനെ ഗ്രോസപ്പ് ചെയ്യൊന്നും വേണ്ട. 7,02,000 രൂപയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്നിട്ട് ഡിഡക്ഷൻ കുറയ്ക്കണ്ടേ? 80Cയിലെ 2 ഐറ്റം ഉണ്ട്. LIC റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ, അത് രണ്ടും 80Cയിലെ. 80Eയിലെ എഡ്യൂക്കേഷൻ ലോണാണ് 14,000 രൂപ. ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി GGC ആണ് 20,000. എല്ലാ ഇന്നർ കോളത്തിൽ എഴുതി ഔട്ടർ കോളത്തിൽ ആഡ് ചെയ്ത് ഇട്ടിട്ട് 6,18,000 ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. നമുക്കറിയാം ടാക്സ് കൊടുക്കുമ്പോൾ നമ്മൾ LTCG സെപ്പറേറ്റ് എടുത്ത് ടാക്സ് കൊടുക്കണം. ലോട്ടറിക്ക് സെപ്പറേറ്റ് 30% കൊടുക്കണം. കാർഡ് ഗെയിം, ഹോഴ്സ് റേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ 30 കൊടുക്കണം. ഇവിടെ എന്താ ഉള്ളത്? LTCG എന്നുള്ളത് എത്ര രൂപയുടെ? 1 ലക്ഷം രൂപയുടെ 20% 20,000. ലോട്ടറി 2 ലക്ഷത്തിൻ്റെ 30% 60,000. ഇനി നമുക്ക് 6,18,000 എത്ര രൂപ ബാക്കിയുണ്ട്? 2 കുറയ്ക്കണം. 1 ലക്ഷം LTCG, 2 ലക്ഷം ലോട്ടറി, 3 ലക്ഷം രൂപ കുറച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കുള്ളത് 3,18,000. അതിന് ജനറൽ റേറ്റ് 2,50,000 വരെ ഒന്നും കൊടുക്കണ്ട. ബാക്കി 68,000-ന് 5% ഒക്കെ കൂടി ആഡ് ചെയ്തിട്ട് 83,400 രൂപ അയാൾ കൊടുക്കണം. 4% സെസ്സും. അത് നെക്സ്റ്റ് 10ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 86,736 നോക്കൂ, 40 ആക്കി മാറ്റി. റിബേറ്റ് കിട്ടില്ല. ടോട്ടൽ ഇൻകം 6 ലക്ഷം ഉള്ള കാരണം, ടോട്ടൽ ഇൻകം 5 ലക്ഷം ഉള്ള കാരണം മാത്രമേ എന്ത് കിട്ടുള്ളൂ? റിബേറ്റ് കിട്ടുള്ളൂ.